പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിൽ അടിയന്തര വെടിനിർത്തലിന് സമ്മതിച്ചതായി ഖത്തർ. തുർക്കിയുടെയും ഖത്തറിന്റെയും മധ്യസ്ഥതയിൽ ഇരു രാജ്യങ്ങളുടെയും പ്രതിനിധികൾ ദോഹയിൽ നടത്തിയ ചർച്ചയിലാണ് വെടിനിർത്തൽ ധാരണ. 4 വർഷം മുമ്പ് കാബൂളിൽ താലിബാൻ അധികാരത്തിൽ തിരിച്ചെത്തിയതിനു ശേഷം അയൽരാജ്യങ്ങൾ തമ്മിലുണ്ടായ ഏറ്റവും വലിയ അതിർത്തി സംഘർഷത്തിനാണ് ദോഹയിൽ ചേർന്ന വെടിനിർത്തൽ ചർച്ചകൾക്ക് ശേഷം വിരാമമായത്. ഒരാഴ്ച മുമ്പ് പൊട്ടിപ്പുറപ്പെട്ട സംഘർഷത്തിൽ ഇരുവശത്തുമായി ഡസൻ കണക്കിന് ആളുകൾ കൊല്ലപ്പെടുകയും 300ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. സ്ഥിരമായ വെടിനിർത്തലിനെക്കുറിച്ചും ജനങ്ങളുടെ സുരക്ഷയെക്കുറിച്ചും ചർച്ച ചെയ്യുന്നതിന് വരും ദിവസങ്ങളിൽ കൂടുതൽ കൂടിക്കാഴ്ചകൾ ഉണ്ടാകുമെന്ന് ഖത്തർ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖാജ ആസിഫ്, രഹസ്യാന്വേഷണ വിഭാഗം മേധാവി ആസിം മാലിക് എന്നിവരും പ്രതിരോധ മന്ത്രി മുല്ല മുഹമ്മദ് യാക്കൂബിന്റെ നേതൃത്വത്തിലുള്ള അഫ്ഗാൻ സംഘവുമാണ് ഖത്തറിന്റെ മധ്യസ്ഥതയിൽ ദോഹയിൽ ചർച്ച നടത്തിയത്. അതേസമയം 48 മണിക്കൂർ നീണ്ട വെടിനിർത്തലിന് ശേഷവും ആക്രമണം തുടർന്ന ശേഷമാണ് ഇരു രാജ്യങ്ങളും അടിയന്തര വെടിനിർത്തലിൽ എത്തിയത്. താലിബാനും പാകിസ്ഥാനും തമ്മിലുള്ള സമാധാന ചർച്ച ദോഹയിൽ നടക്കാനിരിക്കെ താൽക്കാലിക വെടിനിർത്തൽ പാകിസ്ഥാൻ ലംഘിക്കുകയായിരുന്നു. ശനിയാഴ്ച അഫ്ഗാനിലുണ്ടായ പാക് ആക്രമണത്തിൽ 10 പേരാണ് കൊല്ലപ്പെട്ടത്. സമാധാന ചർച്ചയുടെ ഭാഗമായി ഇരു രാജ്യങ്ങളും തമ്മിൽ താൽക്കാലിക വെടിനിർത്തൽ നീട്ടാൻ തീരുമാനമായതിന് പിന്നാലെയാണ് ഇന്നലെ വീണ്ടും പാകിസ്ഥാൻ അഫ്ഗാനിൽ വ്യോമാക്രമണം നടത്തിയത്. കഴിഞ്ഞ ദിവസം അതിർത്തിയിൽ നടന്ന ഏറ്റുമുട്ടലിൽ 60ഓളം പാക് സൈനികർ കൊല്ലപ്പെട്ടിരുന്നു. 200 താലിബാൻ സൈനികരെ വധിച്ചതായി പാകിസ്ഥാനും അവകാശപ്പെട്ടു. അഫ്ഗാനിസ്ഥാനിലെ പക്തിക പ്രവിശ്യയിൽ വെള്ളിയാഴ്ചയാണ് പാകിസ്ഥാന്റെ ബോംബാക്രമണം ഉണ്ടായത്. അഫ്ഗാനിസ്ഥാൻ തിരിച്ചടി നൽകുമെന്ന് താലിബാൻ വക്താവും അറിയിച്ചു. കൊല്ലപ്പെട്ട 10 പേരും സിവിലിയന്മാരാണെന്നും 12 പേർക്ക് പരിക്കേറ്റതായും താലിബാൻ അറിയിച്ചു. കൊല്ലപ്പെട്ടവരിൽ 2 കുട്ടികളും ഉൾപ്പെടും. 3 ക്രിക്കറ്റ് താരങ്ങളും കൊല്ലപ്പെട്ടവരിലുണ്ട്. തങ്ങളുടെ പ്രദേശത്ത് ഭീകരാക്രമണം നടത്തുന്നവരെ അഫ്ഗാനിസ്ഥാൻ പിന്തുണയ്ക്കുന്നു എന്നാണ് പാകിസ്ഥാന്റെ ആരോപണം. താലിബാൻ അധികാരം പിടിച്ചെടുത്ത 2021 മുതൽ ഇത്തരം ആക്രമണങ്ങൾ വർദ്ധിച്ചതായും പാകിസ്ഥാൻ പറയുന്നു. എന്നാൽ ആരോപണങ്ങൾ താലിബാൻ പൂർണ്ണമായും നിഷേധിച്ചിട്ടുണ്ട്. അൻവർ പാലേരി, 24 ദോഹ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.